നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2025 ഡിസംബർ മാസം 29-ാം തീയതി ബുധൻ രാശി മാറുകയാണ്. നമ്മുടെ ബുദ്ധിശക്തി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പബ്ലിക് ഇൻട്രാക്ഷൻ മുതലായവയുടെ എല്ലാം അധികാരിയായിട്ടുള്ള, അതായത് ബുദ്ധിയുടെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ. ബുധൻ 2025 ഡിസംബർ 29 മുതൽ 2026 ജനുവരി മാസം 16-ാം തീയതി വരെയുള്ള സമയത്ത് ധനുരാശിയിലായിരിക്കും ഉണ്ടാവുക. ധനുരാശിയിൽ ചൊവ്വയുണ്ട്, ശുക്രനുണ്ട്, സൂര്യനുണ്ട്. ഈ 3 പേരുമായിട്ട് 4ാമത്തെ ആളായിട്ടുള്ള ബുധൻ യോഗം ചെയ്യുകയാണ്. ധനുരാശി വ്യാഴത്തിൻ്റെ രാശിയാണ്. ബുധനും വ്യാഴവും തമ്മിൽ അത്ര സുഖത്തിലുള്ള എനിമി പ്ലാനറ്റ്സ് ആണ്, അത്ര ഗുണത്തിലുള്ള പ്ലാനറ്റ്സ് അല്ല. ബുധൻ്റെ അപഹാരകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഒരു ബുധൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് ഒന്നുകിൽ പൂർണ്ണമായ ഫലം കിട്ടും, അതായത് ഗുണഫലങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പ്രയാസകരമായിരിക്കും. ബുധനും ചൊവ്വയും കൂടിയും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ബുധൻ ചൊവ്വയുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, ബന്ധത്തിൽ ഒരു രാശിക്കകത്ത് വരികയാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഗുണങ്ങൾ കിട്ടാനുള്ള പ്രയാസം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. ബുധൻ ശുക്രനുമായിട്ട് ചൊവ്വയുമായിട്ടും ഒക്കെ യോഗം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അത് ഫാമിലി ലൈഫിനെ ബാധിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഈ ഒരു രാശിമാറ്റം കൊണ്ട് കിട്ടുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരുടെ 3, 6 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം പരിപൂർണമായിട്ടും കർക്കിടകം മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണ്യകർമ്മങ്ങൾ, പുണ്യതീർത്ഥയാത്രകൾ ആദിയായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്, അതായത് എന്തെങ്കിലും പിൽഗ്രിം ടൂറുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോകാനായിട്ട് സാധിക്കും. പക്ഷെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് കോടതി വ്യവഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൂർണ്ണത്വം കിട്ടുക പ്രയാസമായിരിക്കും. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിലേ ഒക്കെ വന്നു പോകാനുള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അച്ഛനുമായിട്ട്, പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് BP പോലുള്ള അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ആദിയായവയൊക്കെ ഉള്ള ആൾക്കാർ നന്നായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ്, ഡോക്ടറെ കാണുകയും ചെക്ക് നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ അർച്ചന അച്ഛന് വേണ്ടി ചെയ്യുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, ആദിയായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രമോഷൻ, ശമ്പള കൂടുതൽ, ഇങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനപ്രാപ്തി, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, പബ്ലിക് ഇൻട്രാക്ഷൻ കൊണ്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കർമ്മരംഗത്ത് ഒരു പ്രമോഷനോ ശമ്പള കൂടുതലോ ഉണ്ടാകും. ഉന്നതമായ സ്ഥാനപ്രാപ്തി കൈവരിക്കാനുള്ള യോഗമുണ്ട്. മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം ഏറ്റവും ഗുണകരമാണ് എന്ന് പറയാം. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഇടവം രാശിക്കാരുടെ 2, 5 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ ബുധനെ സംബന്ധിച്ച്, ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബുധൻ്റെ ഈ ഒരു മാറ്റം ഇടവൻ രാശിക്കാർക്ക് നല്ല ഗുണങ്ങളെ കൊടുക്കും. 8ലും 12ലും വരുന്നാൽ ഗുണം തരുന്നൊരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ബുധൻ്റെ 8ാം ഭാവത്തിലെ സ്ഥിതി ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളെ കൊടുക്കും എന്ന് പറയാം. എന്നാൽ കുഞ്ഞു കുഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വത്തുക്കൾ, ഭൂമി, അങ്ങനെ എന്തെങ്കിലും പാർട്ടീഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാർട്ടീഷൻ ചെയ്ത് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പാർട്ടീഷൻ ചെയ്തു കൊടുക്കാനുള്ള സാധ്യത, ഇതൊക്കെ ഉണ്ടാകും. ഇവരെപ്പറ്റി അപ്പുറത്ത് ഒരു നല്ല അഭിപ്രായം പറയും, കീർത്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കണ്ടത്തിന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ, തൊണ്ടയുമൊട്ടും മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ കഫം, ശബ്ദോടപ്പ്, തൊണ്ടവേദന, അല്ലെങ്കിൽ മണ്ടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് തലവേദന പോലെയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരളുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ ഗോൾ ബ്ലാഡർ എന്നൊരു ഓർഗൻ, വയറിലുണ്ടല്ലോ, അങ്ങനെയുള്ള അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയാം. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്.
അപ്പോൾ മിഥുനം രാശ്യാധിപതിയാണ് ബുധൻ, അതുപോലെ തന്നെ 4ാം ഭാവാധിപതിയും ബുധനാണ്. ആ ബുധൻ 7ാം ഭാവത്തിലേക്ക് ിലൂടെ സഞ്ചരിക്കുകയാണ്. എവിടെയാണ്? വ്യാഴത്തിൻ്റെ രാശിയിൽ. അവിടെ വ്യാഴത്തിൻ്റെ വീട്ടിൽ ബുധൻ്റെ വീട്ടിൽ വ്യാഴവും ഇരിപ്പുണ്ട്. അതായത് വ്യാഴത്തിൻ്റെ ധനുരാശിയിൽ ബുധനും ബുധൻ്റെ മിഥുനം രാശിയിൽ വ്യാഴവും ഇരിക്കുകയാണ്. വിപരീത രാജയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ഉണ്ടാവുക. കാരണം വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി ബുധൻ്റെ 7ാം ദൃഷ്ടി വ്യാഴത്തിലേക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗുണം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക്. ഇതിനകത്ത് മിഥുനം രാശിക്കാരായ ആൾക്കാർക്ക് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് തരപ്പെട്ട് കിട്ടാനായിട്ട് സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പക്ഷേ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ പുത്രന്മാരുമായിട്ട് കളത്ര പുത്രാദികളുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഗുണം കിട്ടുന്ന ഒരു സമയമാണ്. പബ്ലിക് ഇൻട്രാക്ഷൻ കൊണ്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക്, അതായത് ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, അല്ലെങ്കിൽ കൺസൾട്ടൻസികളിട്ടിരിക്കുന്നവർ, ബിസിനസ്സുകാർ, ഇവർക്കൊക്കെ ഗുണം കിട്ടുന്ന സമയം തന്നെയാണ്. അതായത് വരുമാനത്തിന് വർധനമുണ്ടാകുന്ന ഒരു സമയമാണ്. അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞൊരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കണ്ടത്തിന് മുകളിലോട്ട് ശ്വാസകോശ സംബന്ധമായിട്ട് വിഷയമുള്ള ആൾക്കാർ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം കുറച്ച് പ്രയാസം തോന്നിയിരുന്നാലും പിന്നീട് വിജയമുണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാനുള്ളത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശിയുടെ 2, 12 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 6ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആദിയായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ കമ്പൈൻ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ത്വക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, കുഞ്ഞു കുഞ്ഞ് കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ ഡ്രൈനസോ ആദിയായ വിഷയങ്ങൾ ത്വക്ക് സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വരുമാന കാര്യത്തിൽ ചെറിയ ഒരു കമ്മി വരാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതായത് തർക്കങ്ങൾ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഉയർച്ചയിലേക്ക് വരാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ബുധൻ്റെ രാശിമാറ്റം. എന്നാൽ ബുധനും ചന്ദ്രനും, കർക്കിടകം രാശിയാധിപതി ചന്ദ്രനാണ്, ചന്ദ്രനും കൂടി അത്ര ഗുണത്തിലില്ല. കാരണം ബുധന് ചന്ദ്രനോട് ശത്രുതയുണ്ട്, ചന്ദ്രന് ബുധനോട് ശത്രുത ഇല്ല. എൻ്റെ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച്, അതുപോലെ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, തുമ്മൽ, ജലദോഷം, അലർജിക് പ്രോബ്ലംസ് മുതലായ പോലത്തെ വിഷയങ്ങളൊക്കെ വരാനുള്ള ചാൻസും കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അടുത്തത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. ചിങ്ങം രാശിക്കാരായ ചിങ്ങം രാശിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിങ്ങം രാശിയുടെ 2, 11 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിലൂടെ പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിക്കാർക്ക് നല്ല ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവർക്ക് വിജയമുണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബുധൻ്റെ ഈ ഒരു സമയത്ത് നമ്മുടെ ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് ചെറിയൊരു കാലതാമസം അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഹയർ അതോറിറ്റിയുടെ അംഗീകാരം നമുക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും. അവർ നമ്മളുമായിട്ട് എന്തെങ്കിലും വിജയങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് കിട്ടുന്ന സമയമാണ്. പക്ഷെ പാര വയ്ക്കാൻ ആരെങ്കിലും വരാനൊക്കെ ഉള്ളൊരു ചാൻസ് നമ്മുടെ കർമ്മരംഗത്തോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പാര വയ്ക്കാൻ ആരെങ്കിലും വരാനൊക്കെ ഉള്ള ചാൻസ് ഒബ്വിയസ്ലി നമ്മുടെ ഹയർ അതോറിറ്റി എന്തെങ്കിലും നമ്മളുടെ തെറ്റുകൾ കണ്ടെത്താനൊക്കെ ശ്രമം ഉണ്ടാകാനുള്ള ചാൻസും, പക്ഷെ ഫൈനലി അവിടെ വിജയം ഉണ്ടാകാനുള്ള ചാൻസ് അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കന്നിരാശിക്കാരാണ്. കന്നിരാശിയുടെ അധിപതി ബുധനാണ്, അതുപോലെ തന്നെ 10ാം ഭാവാധിപതിയും ബുധനാണ്.
ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് കുടൽ സംബന്ധമായിട്ട് പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് ഒരു 2 ദിവസമെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു സാധ്യത. കല്യാണം ഇല്ല, നടക്കാത്ത ആൾക്കാരാണെങ്കിൽ, അവിവാഹിതരായിട്ട് കല്യാണം നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഉദ്യോഗ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കരിയറിൽ, ജോലി സ്ഥലത്ത് നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, കൊളീഗ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനൊക്കെ ഉള്ള സാധ്യത കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും വിദ്യാഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം. അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലവും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയാം. കാരണം അമ്മയ്ക്ക് സർജറി പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മീൻസ് പ്രഷർ, BP കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിയുടെ 9, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ വളരെ കെയർഫുൾ ആയിരിക്കണം. കെയർഫുൾ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചീത്തപ്പേരൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ അതായത് നമ്മൾ സംശയകരമായ സാഹചര്യങ്ങളിൽ നിന്ന് സംസാരിക്കാനൊന്നും പാടില്ല. നമ്മൾ മനസ്സാവാച കർമ്മണ അറിയാതെ ചീത്തപ്പേര് കേൾക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയാം. ഈ തുലാം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിൽ നിന്നും ധാരാളം ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞു. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാർട്ടീഷൻ പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഡീഡുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ തുലാം രാശിക്കാരുടെ 9-ാം ഭാവാധിപതി കൂടിയാണ് ഈ ബുധൻ എന്ന് പറയുന്നത്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ്റെ സ്വത്തുകൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അച്ഛൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഷെയർ പാർട്ടീഷൻ ചെയ്ത് കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത, അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഉണ്ടെന്ന് പറയും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികം രാശിയുടെ 8, 11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വളരെ നല്ലൊരു കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന സമയം, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം, ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ, വൈവ പോലുള്ള പരീക്ഷകൾ മുതലായവയിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. കൺസൾട്ടൻസികൾ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു കാലഘട്ടമാണിത്. വിജയമുണ്ടാകും, അവരുടെ ബിസിനസ് നന്നായിട്ട് വർദ്ധിക്കും. അതിൽ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ള ഡോക്ടർ, എഞ്ചിനീയർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴം അഷ്ടമസ്ഥിതി കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള വിജയമുണ്ടാകാതെ പോയിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ചുരുങ്ങിയ കാലഘട്ടം, ഇത് കുറച്ച് ദിവസങ്ങൾ, 18 ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്. അടുത്തത് ധനുരാശിക്കാരായ നക്ഷത്രക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനുരാശിയുടെ 7, 10 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ ധനുരാശിയിലിരിക്കുകയാണ്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം അത്ര നല്ലതല്ല. സംസാരം നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയ ഒരു സമയമാണ്. സ്ട്രെസ് ഉണ്ടാകും. എന്തെങ്കിലും പറയണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ ഒബിയസ്ലി നമുക്ക് അതുവഴി നമുക്ക് ശത്രുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ ഈ ഒരു കാലഘട്ടം പക്ഷെ ധനപരമായിട്ട് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും. പക്ഷെ സ്ട്രെസ്സ്, നമുക്ക് ടെൻഷൻസ്, നമ്മളെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ 7-ാം ഭാവത്തിലേക്ക് വ്യാഴം നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. കല്യാണം നടക്കാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു ജനുവരി 16-നുള്ളിൽ ഒരു കല്യാണം സെറ്റായി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ധനുരാശിക്കാരുടെ കർമ്മരംഗത്ത് നമ്മൾ നല്ല സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാനും നമ്മുടെ വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത, അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഉണ്ട്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വിഷയങ്ങളിൽ നല്ല ഒരു ഹൈപ്പ് ഉണ്ടാകും. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ര ഒരു ഗുണപ്രദമായിട്ടുള്ളൊരു അവസ്ഥ ആയിരിക്കുകയില്ല ഈ ഒരു കാലഘട്ടം, ഈ ബുധൻ്റെ ഒരു സമയം. അടുത്തത് മകരം രാശിക്കാരാണ്.
ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിയുടെ 6, 9 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 12ൽ നിന്നാൽ ഗുണം തരുന്നൊരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയിക്കും. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പിതാവിൻ്റെ സ്വത്തുക്കൾ വല്ലതും ലഭിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത, പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലും ഒരു പാർട്ടീഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭം രാശിയുടെ 5, 8 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ്. 11ാം ഭാവത്തിലെ ബുധൻ വളരെയധികം നേട്ടങ്ങളെ കൊണ്ടുതരും. ഒരുപാട് ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഭാഗ്യാദി വർധന ഉണ്ടാകാനുള്ള ചാൻസ്. ഇവരുടെ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുക, അവരിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ, വിവാഹമാദിയായവ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് കിട്ടുക, അതിനൊക്കെയുള്ള യോഗം ഈ സമയത്തുണ്ട്. ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നമുക്കൊരു 10 പേര് നമ്മളെ അംഗീകരിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധനപരമായിട്ട് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണം, അതായത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ള കൺസൾട്ടൻസി കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു. ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് അതിൽ വിജയിക്കും. ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഉണ്ടെന്ന് പറയാം. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിയുടെ 4, 7 ഭാവങ്ങളുടെ അധിപതിയാണ് ബുധൻ. ആ ബുധൻ 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നമ്മൾ ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലി കിട്ടും. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല മാർക്ക് കിട്ടി പാസ്സാവാനൊക്കെ ഉള്ളൊരു സാധ്യത, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഉയർച്ചയുണ്ടാകും. നമ്മുടെ എന്തെങ്കിലും എഴുതാനൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും സൃഷ്ടികളൊക്കെ 10 പേരെ നോട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യത ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. എന്നാൽ കുടുംബത്തിനുള്ളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങളോ അല്ലെങ്കിൽ അനുരാഗത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഒരു സമയത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ഹെൽത്ത്, ആരോഗ്യ വിഷയങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലഘട്ടവുമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. മീനം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടും. ബിസിനസ് രംഗത്തൊക്കെ വളരെയധികം ലാഭമുണ്ടാകും. വൈവ പോലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക, അതൊക്കെ വിജയിക്കും. അതുപോലെ തീസിസ് ഒക്കെ സമർപ്പിക്കാനിരിക്കുന്ന ആൾക്കാർ അവർക്കും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. നല്ലൊരു കാലഘട്ടമായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു രാശിമാറ്റം കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് ഇവിടെ ബുധൻ്റെ ഈ ഒരു ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക്, ബുധാപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഫലം പരിപൂർണമായിട്ടും ഉണ്ടാകും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണന് പച്ചപ്പട്ട്, തുളസിമാല, കദളിപ്പഴം മുതലായവ കൊടുക്കുന്നതും കൃഷ്ണസ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ശ്രീകൃഷ്ണ ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബുധൻ്റെ ഈ ഒരു കാര്യം വളരെ സപ്പോർട്ടീവായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.